ഹായ് എവരിവൺ, ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ LP-UPയുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCRT ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സസ്യലോകത്തെ അടുത്തറിയാമെന്നുള്ളതാണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററും ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ആയിട്ടുള്ള ഒറ്റയൊരു ജീവിയും എന്നുള്ളതും സെയിം ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ 2 ചാപ്റ്റേഴ്സും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ജീവികളെല്ലാം തന്നെ പരസ്പരം ആശ്രയിച്ചാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. ജീവനുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഈ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയൊക്കെ ആകാം? വാസസ്ഥലത്തിന് വേണ്ടി, അതല്ലെങ്കിലോ ആഹാരത്തിന് വേണ്ടി. ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിക്കുന്ന ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെട്ട സംവിധാനത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിക്കുന്ന ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെട്ട സംവിധാനത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത് സസ്യം, മാൻ, മുയൽ, തവള എന്നിവയൊക്കെയും അജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത് മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവയൊക്കെയാണ്. ഇനി നമുക്കറിയാം, മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ അനേകായിരം ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഇവയെല്ലാം പ്രധാനമായിട്ടും ആഹാരമാക്കുന്നത് എന്തിനെയാണ്? ഹരിത സസ്യങ്ങളാണ്. അപ്പോൾ ഏതൊരു ജീവിബന്ധം എടുത്താലും അതിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഹരിത സസ്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ ഒരു പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ, ജീവികളെല്ലാവരും ആഹാരത്തിന് വേണ്ടി പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പരസ്പര ബന്ധനത്തെയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. നമ്മുടെ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിൽ അത് കാണാൻ കഴിയും. സസ്യങ്ങളെ കഴിക്കുന്നത് പുൽച്ചാടി, പുൽച്ചാടിയെ കഴിക്കുന്ന തവള, തവളയെ കഴിക്കുന്ന പാമ്പ്, പാമ്പിനെ കഴിക്കുന്ന പരുന്ത് എന്നിവയാണ് എന്ത്? നമ്മുടെ ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീവികളും അവ കഴിക്കുന്ന ആഹാരവും. സ്രാവ്, കണവ, മീനുകൾ, കടലാമ, മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമ സസ്യഭാഗങ്ങൾ, മീനുകൾ. ചെറുമീനുകൾ പ്ലവകങ്ങളെ കഴിക്കും. ഇനി എന്താണ് പ്ലവകങ്ങളെന്ന് നോക്കാം. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. എന്താണ്? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഇനി എന്തുകൊണ്ടാണ് കടുവ സംരക്ഷണം? നമുക്കറിയാം, കടുവ ഒരു അക്രമകാരിയായിട്ടുള്ള ജീവിയാണ്. പക്ഷേ അവയെ നമ്മൾ കൊന്നൊടുക്കുന്നതിന് പകരം അവയെ സംരക്ഷിക്കാനായി പ്രോജക്റ്റ് ടൈഗർ പോലുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പദ്ധതികൾ കൊണ്ടുവരുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഈ കടുവ പോലുള്ള ജീവജാലങ്ങൾ നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെട്ട ജീവിയാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവജാലങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ കടുവയെ പോലുള്ള ജീവജാലങ്ങൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കടുവയെ പോലുള്ള ഉയർന്ന കണ്ണിയിലുള്ള ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു എന്ന് പറയുന്നത്. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ പുല്ലിനെ കഴിക്കുന്ന പുൽച്ചാടി ഇല്ലാതായാലും അവയെ കഴിക്കുന്ന മറ്റുള്ള ജീവജാലങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ കടുവയെ പോലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ജീവികൾ ഇല്ലാതായാൽ അതേ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി മറ്റുള്ളൊരു ജീവി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആഹാര നിർമ്മാണ സസ്യങ്ങളിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, സസ്യങ്ങൾ എന്ന് പറയുന്നത് സ്വപോഷികളാണ്. സ്വപോഷികൾ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവ. ഇപ്പോൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടാൻ കഴിവുള്ളവയാണ് സസ്യങ്ങൾ. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു.
ഇലകളിലെ വർണ്ണകമാണ് ഹരിതക. ഈ വർണ്ണകമായിട്ടുള്ള ഹരിതകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ഇനി കുറച്ച് വർണ്ണകങ്ങളും അവയുടെ നിറങ്ങളും നമുക്ക് പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹരിതക എന്ത് നിറമാണ്? പച്ച നിറം. ആന്തോസയാനിൻ ചുവപ്പ് നിറം, കരോട്ടിൻ ഓറഞ്ച് നിറം, സാന്തോഫിൽ മഞ്ഞ നിറം. എന്താണ്? ഹരിതകം പച്ച നിറം, ആന്തോസയാനിൻ ചുവപ്പ് നിറം, കരോട്ടിൻ ഓറഞ്ച് നിറം, സാന്തോഫിൽ മഞ്ഞ നിറം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതെന്ന് സ്ഥിരം എക്സാമുകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വാതകം? അത് നൈട്രജനാണ്. 78% നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകമാണ് നൈട്രജൻ. രണ്ടാം സ്ഥാനത്തുള്ളത് ഓക്സിജനും ഏറ്റവും കുറവ് സ്ഥാനത്തുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ ഒരു 3 പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലോട്ട്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനത്തിന്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ പ്രകാശ സംശ്ലേഷണം നടത്തും. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം ഉണ്ട്. ഈ ഒരു പ്രത്യേക ഭാഗമെന്ന് പറയുന്നത് ഇലകളിലുള്ള ഒരു സൂക്ഷ്മ സുഷിരമാണ്. ആ ഒരു സൂക്ഷ്മ സുഷിരത്തെ നമ്മൾ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് വിളിക്കും. ഇതിലൂടെ അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്കും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ ഇതുവഴി തന്നെ പുറത്തേക്ക് പോകുകയും ചെയ്യും. എന്താണ് ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ ഒരു സുഷിരത്തിലൂടെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്തു വെച്ചേക്കുക. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. നോക്കേ, ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പകൽ സമയത്ത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഇനി ആതിഥേയനും അതിഥികളും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആദ്യം എപ്പിഫൈറ്റുകൾ. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇതിന് മരവാഴ കൂടാതെ ഓർക്കിഡുകളും ഉദാഹരണമാണ്. അപ്പോൾ ചെറിയ വേരുകൾ മാത്രമുള്ളവയാണ് മരവാഴ. അവ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ഇവ കട്ടിയുള്ള വേരുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവ ആതിഥേയ സസ്യത്തിനെ ആശ്രയിക്കുന്നത്. ഓർക്കിഡുകളും മരവാഴയും എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് എന്താണ് അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്നാണ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്നുള്ള ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്ത് ഇലയുടെ സഹായത്തോടെ അവ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. അത്തരത്തിലുള്ള സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ. അതിനുദാഹരണമാണ് ഇത്തിൽക്കണ്ണി. എന്നാൽ പൂർണ്ണപരാദങ്ങളായിട്ടുള്ള സസ്യങ്ങൾ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് തന്നെ വലിച്ചെടുക്കുന്നു. ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് മൂടില്ലാത്താളിയാണ്. അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും നമ്മുടെ ആതിഥേയ സസ്യത്തിനെ വളരെയധികം ദോഷം ചെയ്യുന്നവയാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് വിളിക്കുന്നു. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത് പുതിയ ടെസ്റ്റിലെ കാര്യങ്ങളായതുകൊണ്ട് വീണ്ടും അത് ഒന്നും കൂടി ഇട്ടിരിക്കുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പഴയ ടെസ്റ്റിലെ കാര്യങ്ങളാണ്. താങ്ങ് കൊടുക്കാം, പന്തലിടാം. അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട്
പടർന്നു പിടിക്കുന്ന സസ്യങ്ങളുണ്ട്. ഇവ ഒന്നെങ്കിൽ തറയിൽ പടർന്നു കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സസ്യത്തിലേക്ക് പടർന്നു കയറുന്നു. അപ്പോൾ അങ്ങനെ പടർന്നു കയറുന്ന സസ്യത്തെ ആരോഹികളെന്നും ഇഴവള്ളികളെന്നും വിളിക്കുന്നു. ഇനി എന്താണ് ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന് നോക്കാം. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. അപ്പോൾ എന്താണ്? ദുർബലകാണ്ഡമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ. ഇവ എന്ത് ചെയ്യുന്നു? മറ്റു ചെടികളിൽ പടർന്നു കയറുന്നു. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ്. അപ്പോൾ താങ്ങുകളിൽ പറ്റിപ്പിടിച്ച് കയറാൻ വേണ്ടി ഇവയിൽ സ്പ്രിങ് പോലുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് പ്രധാനങ്ങൾ. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ച് മറ്റു ചെടികളിലേക്ക് പിടിച്ചു കയറുന്നു. അപ്പോൾ ഇവയ്ക്ക് പ്രധാനങ്ങളുമുണ്ട്, അതുപോലെ തന്നെ പറ്റുവേരുകളുമുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അവ മറ്റു ചെടികളിൽ പടർന്നു കയറുന്നത്. കൂടാതെ ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത് ദുർബലകാണ്ഡ സസ്യങ്ങളാണ്. ഇതിന് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് കുരുമുളക്, പാവൽ, പടവലം, ഗ്ലോറിയോസ എന്നിവയാണ്. കുരുമുളക്, പാവൽ, പടവലം, ഗ്ലോറിയോസ. എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് നമ്മുടെ ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ്. ഇവയും എന്താണ്? ദുർബലകാണ്ഡ സസ്യം തന്നെയാണ്. എന്നാൽ ഇവ നിലത്ത് പടർന്നു പിടിക്കുന്നു. ഇവയ്ക്ക് ആരോഹികളിൽ കാണുന്നത് പോലെ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്. ഏതൊക്കെയാണ്? കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ് എന്നിവ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വേരിലെ വൈവിധ്യം. നമുക്കറിയാം വേരിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ പേരാൽ, ആറ്റുകൈത എന്നിങ്ങനെയുള്ള ചില പ്രത്യേക സസ്യങ്ങളിൽ അവയുടെ വേരുകൾക്ക് പ്രത്യേക ധർമ്മമുണ്ട്. ചെടികളെ താങ്ങി നിർത്താനും ഇത്തരത്തിലുള്ള സസ്യങ്ങളിലെ വേരുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്നുള്ളത് പറയുന്നത്. ഇനി പേരാലിൽ കാണപ്പെടുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്കാണ് വളർന്നു നിൽക്കുന്നത്. എന്നാൽ ആറ്റുകൈത പോലുള്ളവയുടെ വേരുകൾ തണ്ടിൽ നിന്നാണ് താഴേക്ക് വളരുന്നത്. അപ്പോൾ ആറ്റുകൈതയിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ താങ്ങുവേരുകൾ കാണുന്നത് പേരാലിലും പൊയ്ക്കാൽ വേരുകൾ കാണപ്പെടുന്നത് ആറ്റുകൈതയിലുമാണ്. പേരാലിൽ കാണപ്പെടുന്ന താങ്ങുവേരുകൾ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു, എന്നിട്ട് അവ താങ്ങ് നൽകുന്നു. ഇനി ആറ്റുകൈതയിൽ കാണപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകളാണ്. ഇവ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളർന്ന് ആ ഒരു സസ്യത്തിന് താങ്ങു നൽകുന്നു. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാംഗ്രൂവ്സ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. എന്താണ്? ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് വാതക വിനിമയത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാതക വിനിമയത്തിനെ സഹായിക്കുന്ന ഇത്തരം വേരുകളെ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആഹാരം സംഭരിക്കാൻ. വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ച് വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളെ സംഭരണ വേരുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ വേരിലാണ് പ്രധാനമായിട്ടും മരച്ചീനി ആഹാരം സംഭരിക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്ന വേരുകളെ സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട് എന്ന് വിളിക്കും. പക്ഷേ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. അതിലൊരു എക്സെപ്ഷണൽ കേസാണ് പറയുന്നത്. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ. അപ്പോൾ മണ്ണിനടിയിൽ കാണുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഭൂകാണ്ഡങ്ങൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ആവുമ്പോൾ നമ്മുടെ 2 ചാപ്റ്ററിലെയും ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ചാനലിൽ പിന്നീട് ഇടുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കേണ്ടതുമാണ്.